ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു 7ന്റെ പണി കിട്ടി. അതെന്തുവാന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിരുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ചീരയൊക്കെ നടുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയൊക്കെ നടുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതെല്ലാം നട്ടത് പക്ഷേ നമുക്കറിയാവുന്ന പോലെ നട്ടത്, അല്ലാതെ നമ്മൾ ഒരു വീഡിയോ നോക്കിയിട്ടോ ആരെങ്കിലും പറഞ്ഞു തന്ന് കേട്ടിട്ടോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ചെയ്തത്. അതിൻ്റേതായ പണിയാണ് നമുക്ക് കിട്ടിയത്. ഡ്രാഗൺ ഫ്രൂട്ട് നടുമ്പോൾ അതിന് മണലാണ് കൂടുതലും വേണ്ടിയിരുന്നത്. നമ്മൾ മണ്ണ് വാരിയിട്ടാണ് ചെയ്തത്. പിന്നെ നമ്മൾ ചീരയൊക്കെ നട്ട് അന്ന് വൈകിട്ട് തുടങ്ങിയ മഴയാണ്. ഇന്നലെയാണ് അത് തോർന്നത്. ഒരു രാത്രി ഫുള്ള് നട്ടതിൻ്റെ അന്ന് പെയ്ത മഴ ഇന്നലെ മെനഞ്ഞാന്നാണ് തോർന്നത്. ആ മഴ അത്രയും നനഞ്ഞ് എനിക്ക് തോന്നുന്നു ആ ചീരയിലെ വിത്ത് മൊത്തം പോയതോ കുറച്ചൊക്കെ കിളുത്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം അപ്പോഴേ എടുത്ത് അങ്ങോട്ടെടുത്ത് നീക്കി കയറ്റി വെച്ചു. വെള്ളം വീണ് അലിഞ്ഞു പോകണ്ടെന്ന് വെച്ച്. ഇപ്പം ഇന്ന് ഇച്ചിരി നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എല്ലാം എടുത്ത് വെളിയിലോട്ടൊക്കെ വെച്ച് ഇച്ചിരി വെയിലൊക്കെ കൊള്ളിച്ചിട്ടൊക്കെ എടുത്ത് വെക്കാമെന്ന് വെച്ചു. അപ്പം നമ്മൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചീരയെന്ന് തുടങ്ങാം. അന്ന് വൈകിട്ടത്തെ മഴ ഫുൾ നനഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് നിറച്ച് വെള്ളമായിരുന്നു. എല്ലാം എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഹോളിലോടൊക്കെ ഒലിച്ചൊക്കെ പോയി കാണും. എന്തായാലും നല്ല ഇത്രയും ചീര പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. വെയിലത്ത് വെച്ചാൽ കാണൂലായിരിക്കും. ഓക്കെ, കാണാവോ? ഒന്നും അറിയാൻ പോലും എവിടെയാണ്. ഇവിടെ 1 2 3 4 ഇവിടെ വലുതാകുമ്പോൾ അറിയാൻ പറ്റും. ഇത്രയേ ഉള്ളു. ഇത് നട്ടേ പിന്നെ ഇന്നലെയാണ് മഴ തോന്നുന്നത്. അത് വേറെ തോരാ മഴയായിരുന്നു. തോരാ മഴ. കുറച്ചേരത്ത് വെയിലത്തോട്ട് വെക്കാം നമുക്ക്. എല്ലാം ഞാൻ അതുപോലെ ഇട്ട് വെച്ചായിരുന്നു കേട്ടോ. അന്ന് നോക്കിയപ്പോഴത്തേന് ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ കുനിഞ്ഞു കിടക്കുമായിരുന്നു. വെള്ളം വീട് അങ്ങനെ തളർന്നു പോയായിരുന്നു. ഇതിനകത്തൊക്കെ നിറച്ച് വെള്ളമായിരുന്നു ഈ കോണിക്കകത്ത്. അല്ല, ഞാൻ അപ്പോഴത്തേനും ഞാൻ ഒരു മന്ദബുദ്ധിത്തരം കാണിച്ചു. ഞാൻ എടുത്ത് വെച്ചാൽ കമത്തി വെള്ളം. അങ്ങനെ ആ വെള്ളത്തിലൂടെ പോയി കാടും. ഇതിനകത്തുള്ളതൊന്നും ഇനി പൊടിക്കൂലായിരിക്കും അല്ലേ? ഇവിടെയൊക്കെ പൊടിച്ചിട്ടുണ്ട്. ഇത് വെള്ളരിയായിരുന്നു. ഇത് മൊത്തം കണ്ടോ വെള്ളം വീണ് അളിഞ്ഞു പോയി. കണ്ടോ, ഒരു ദിവസത്തെ മഴയിൽ ഇങ്ങനായിപ്പോയി. ഇതെന്തുവായിരുന്നു? ഇത് വെണ്ട. ഇതിനകത്തും ചീരയായിരുന്നു. അത് ഇത്രയും വലിയ പാത്രത്തിൽ ഒരെണ്ണം നിൽക്കും. ഇത് മെയിൻ പ്രശ്നം നമ്മൾ ഇട്ടേക്കണേ മണ്ണ് ശരിയല്ല. ഇത് മണ്ണ് വെള്ളം വീണ് മൊത്തം പോയതാ. മണ്ണ് കല്ല് തെളിഞ്ഞു വന്നത്. വെള്ളം വീണ് മൊത്തം പോയതാ. എന്തായാലും മഴ തന്ന 7ന്റെ പണിയായി. 7ന്റെ പണി ലാലേട്ടൻ ബിഗ് ബോസ് ലാലേട്ടൻ പറയും പോലെ 7ന്റെ പണി. മഴ മാത്രല്ലായിരുന്നു, ഭയങ്കര കാറ്റുമായിരുന്നു. എൻ്റെ തക്കാളിയൊക്കെ കുനിഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ പിടിച്ച് കെട്ടിച്ച് പിന്നെ നമ്മുടെ നട്ടതിൽ പയറിന് മാത്രം ഒന്നും സംഭവിച്ചില്ല കേട്ടോ. അവരിച്ചിരി വലുതായിരുന്നു കൊണ്ടായിരിക്കാം. വലിയ കുഴപ്പമൊന്നും ഇതുവരെയും പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ മുളകുണ്ടല്ലോ എന്തോ തിന്നണം. അതുകൊണ്ട് നമ്മുടെ മുളക് കണ്ടോ, ഇതിൻ്റെ ഇലയൊക്കെ ദാ എന്തോ തിന്നണം. ഞാൻ വന്ന് ഡെയിലി എല്ലാം നോക്കും, പക്ഷെ ഒന്നും കാണാനില്ല. കുഴിയൊക്കെ തിന്നിട്ട് പോണുണ്ടോ? ഇതിലൊന്നും അങ്ങനെ കേറിയിട്ടില്ല വലുതായിട്ട്. ഇതിലാണ് കൂടുതലായെന്ന് തോന്നുന്നു. ഈ ചാക്കിലിരിക്കുന്നതിലാണ്
കൂടുതലും കയറിയേക്കുന്നത്. കണ്ടോ? എന്തായിരിക്കുമോ? പുഴുവായിരിക്കും. പുഴുവാൻ ചാൻസില്ല. അങ്ങനെയാണെങ്കിൽ മൊത്തം തിന്നാൻ വിട്ടില് പോലത്തെ എന്തെങ്കിലും ഐറ്റം ആയിരിക്കും. ഇതിലൊന്നും വലിയ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വിട്ടിലിൻ്റെ അതാ ഉദ്ദേശം. അതാണെങ്കിൽ ഒരു ചാക്കിലെ തീർന്നിട്ട് അടുത്തതിലോട്ട് കയറാന്നായിരിക്കും. ഇതിലൊന്നും വലിയ പ്രശ്നമില്ല. എവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമ്മൾക്ക് എന്താണ് ഒരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഇത് കണ്ടോ, മണ്ട കടിച്ചിടുക, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. താഴെ 2-3 എണ്ണം നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം പോലും പൊങ്ങി വരും. അതെനിക്കൊന്ന് വെള്ളരി ഏതാണ്ടെന്ന് പറയില്ല. വെള്ളരിയാണോ ആണെന്ന് തോന്നുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണെങ്കിൽ എന്തുവാ, ഇത് മരുഭൂമിയിൽ വളരുന്ന ചെടിയാണെന്നാണ് പറയണത്. ഇതിന് മണ്ണിൻ്റെ ആവശ്യമില്ല, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് മണലിനകത്ത് വളരുന്ന സംഭവമാണ്. അപ്പം ഞങ്ങൾ ഇത് അങ്ങനെ വീഡിയോ ഒന്നും നോക്കാതാണ് ഇത് നട്ടത്. അങ്ങനെ നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ വീഡിയോ അപ്പോൾ അവർ നടുന്നത് മണലിനകത്താണ്. ഒരു ശകല മണ്ണെ അവർ ഇടും. നമ്മളിപ്പം മൊത്തം മണ്ണാണ് ഇട്ടേക്കുന്നത്. മണലെന്ന് പറയുന്നത് ഇതിനകത്തില്ല. എന്താവുമെന്നും അതും നമുക്ക് എന്താവുമെന്ന് അറിയാൻ മേല. പക്ഷേ ദാണ്ട് ചെറിയൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ദാണ്ട് ഇത് നമ്മൾ നട്ടതിന് ശേഷം വന്നതാണ് ഈ സാധനം. അവിടെ ഇവിടെയൊക്കെ പൊടിച്ച് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു കിളുപ്പ് വരുന്നുണ്ട്. ഈ നിൽക്കണ എന്തിനാണ്? മറ്റേ വഴുതണങ്ങയല്ലേ? ചുണ്ടയ്ക്ക അതിൻ്റെ ഇലയും കഴിച്ചേക്കാണ്. ബാക്കി വന്ന കിളുക്കത്തില്ലെന്നും പറഞ്ഞെടുത്ത് കളഞ്ഞിരുന്ന വെള്ളരി ഉണ്ടല്ലോ, ഇതിനകത്ത് കളിച്ചിരിക്കുന്നു. വെള്ളരിയാണോ അത്? തക്കാളി വിളവെടുക്കാൻ സമയമായോ? ഇത് പഴുത്താലും ചുവന്ന കളർ ആവൂലല്ലേ? ഇത് ചുവന്ന തക്കാളിയാണ്. ഇത് പച്ച തക്കാളിയാണെന്ന് തോന്നുന്നു. ഞാൻ ചുമന്ന തക്കാളിയാണ് കട്ട് ചെയ്ത് വെച്ചത്. അപ്പം ചുമന്ന തക്കാളി. അപ്പം നമ്മൾക്ക് കിട്ടി 7ന്റെ പണി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് ഇനി നമുക്ക് കണ്ടറിയാം. ഇതെല്ലാം വളർന്നു വരുമോ അതോ വീണ്ടും എല്ലാം താപ്പോട്ട് പോവോ ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഇതൊന്നും നിങ്ങൾ എടുക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യം ഒരു വലിയൊരു വീഡിയോ വരാം. അതുവരേക്കും ടാറ്റാ.